വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് വീട്ടിലൊരു ഗ്ലൂട്ടാത്തിയൻ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ തയ്യാറാക്കി എടുക്കാന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഈവൻ ടോൺ ആക്കിയിട്ട് വെക്കാൻ, ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ്. ഈ ഒരു ഓയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും, അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലും കൂടിയാണ് കേട്ടത്. ഈ ഒരു ഓയിൽ നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാണ്, യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ഒരു ഓയിൽ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഇതേപോലെ കുറച്ച് മഞ്ചിഷ്ടയാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത് കുറച്ച് അളവിലാണ്, അതുകൊണ്ടാണ് ഈ ഒരു അളവിൽ ഞാൻ മഞ്ചിഷ്ട എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആയുർവേദ കടയിൽ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈനൊക്കെ ആയിട്ട് ഇതേപോലെ വാങ്ങിക്കാനായിട്ട് കിട്ടും. പൊടി ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. അപ്പോൾ ഇതേപോലത്തെ ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ പോലെയാണ് ഇതിരിക്കുക. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം. ഇനി അടുത്തതായിട്ട് വേണ്ടത് നമുക്കിത് ഇതേപോലെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയതാണ് കേട്ടോ. ഓറഞ്ചൊക്കെ നമുക്ക് കുറേ അധികം കിട്ടുന്ന സമയത്ത് ഇതിൻ്റെ തൊലി ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം കാലം ഇത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ ഉണക്കി മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഓറഞ്ചിൻ്റെ തൊലി ഏകദേശം ഒരു 2 പിടിയോളൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതും നമുക്കൊന്ന് കുതിർക്കാനായിട്ടൊന്ന് വെക്കണം. അതേപോലെ തന്നെ ഇത് നമുക്ക് തലേ ദിവസം അല്ലെങ്കിൽ എണ്ണ കാച്ചുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് 2-3 മണിക്കൂർ മുൻപായിട്ടെങ്കിലും ഇതേപോലെ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് ബീറ്റ്റൂട്ട്. അപ്പോൾ ബീറ്റ്റൂട്ട് നമുക്ക് മുഴുവനായിട്ടൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗത്തോളമൊക്കെ മതിയാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടായിട്ടുള്ള കസ്തൂരി മഞ്ഞളായിരുന്നു. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ടത് ഈ ഒരു വേമ്പാടാന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതും നമുക്ക് ആയുർവേദ കടയിൽ അല്ലെങ്കിൽ ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി നമുക്ക് ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ ഇതേപോലെ ചെറിയ പീസൊന്ന് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞളും പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായി വെച്ചിട്ടുള്ള ആ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. ഇതിൽ ഉള്ള വെള്ളം വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ നമുക്ക് അരയണമെന്നില്ല കേട്ടോ. ഇതേ രീതിയിൽ നല്ല ഒരു തരിതരിപ്പോടെ വേണം ഈ ഒരു സംഭവം നമുക്ക് അരഞ്ഞ് കിട്ടാനായിട്ട്. ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമുക്ക് ഈ ഒരു എണ്ണ തയ്യാറാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മഞ്ചിഷ്ട ഇതൊന്ന് ചതച്ചിട്ടെടുക്കുക കേട്ടോ. നമുക്ക് ഇടികല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ അമ്മിയിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചതച്ചിട്ടും കൂടി എടുക്കുക. ഇനി നമുക്ക് എണ്ണ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നല്ല കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉരുളിയാണ് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എള്ളെണ്ണയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എള്ളെണ്ണയിൽ മാത്രമായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ തേങ്ങാപ്പാലോ നമ്മുടെ ഇഷ്ടത്തിന് എന്താണോ നമുക്ക് കിട്ടണത് അതിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിതിവിടെ 2 ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. എള്ളെണ്ണയും അതേപോലെ തന്നെ പിന്നെ ബാക്കിയുള്ളത് ഞാൻ കുറച്ച് നല്ല ആട്ടിയ വെളിച്ചെണ്ണയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊരു എണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം കേട്ടോ. അപ്പോൾ ആ നേരം വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോണത് ഈ ഒരു മഞ്ചിഷ്ടയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മഞ്ചിഷ്ട ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആദ്യം ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് പത വരും കേട്ടോ. പിന്നെ അതൊന്ന് പതൊക്കെ മാറിയിട്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു സമയത്ത് നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ നേരത്തെ വന്ന പതയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ഈ ഒരു രീതിയിലാവും. ഇപ്പം തന്നെ നമ്മുടെ ഓയിലിൻ്റെ കളറൊക്കെ ചെറിയ രീതിയിലൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. ചെറിയ രീതി ഒരു മഞ്ഞ കളറായിട്ട് വരുന്നുണ്ടാവും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കസ്തൂരി മഞ്ഞൾ, ഓറഞ്ചിൻ്റെ തൊലി ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഒരു സമയത്തും നന്നായിട്ട് ഇതേപോലെ ഒന്ന് പത വരും കേട്ടോ.
കുറേശ്ശെയായി നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ആ പതയൊക്കെ ഒന്ന് നമുക്ക് അടിയിലേക്ക് ആയിട്ട് പോവുള്ളൂ. അപ്പം ഈ രീതിയിൽ നിങ്ങൾ നല്ലൊരു കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നിങ്ങൾ ഓയിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഇതേപോലെ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ, അതേപോലെ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്ത കൂട്ടുകളൊക്കെ പെട്ടെന്ന് തന്നെ കരിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പതയൊന്ന് കുറയുന്ന വരെ ഇതേപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പോൾ ഇതേ പതയൊക്കെ നന്നായിട്ട് കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നമ്മുടെ ഈ ഒരു എണ്ണയുടെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ ലാസ്റ്റായിട്ടാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു വേമ്പാട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഇത് പെട്ടെന്ന് തന്നെ കരിയണ ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ലാസ്റ്റ് ഏകദേശം ഇത് ഒരു 90% നമ്മുടെ എണ്ണ പാകമായി കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ ഒരു വേമ്പാടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയുടെ പരുവായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഇറക്കി വെക്കാം കേട്ടോ. അപ്പം എണ്ണയുടെ കറക്റ്റ് പരുവാവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള മറ്റുള്ള ചേരുവകളുണ്ടല്ലോ, ക്യാരറ്റ്, അതേപോലെ തന്നെ ബീറ്റ്റൂട്ട്, ഓറഞ്ചിൻ്റെ തൊലി, മഞ്ഞൾ, ഇതൊക്കെ നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരും. ആ ഒരു സമയം വരെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കറക്റ്റായിട്ടുള്ള പാകം എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ പതയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാ ചേരുവകളും ഇതേ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം വരെയാണ് കേട്ടോ ഈ ഒരു എണ്ണ നമുക്ക് പാകമാക്കി എടുക്കേണ്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കാം കേട്ടോ. അധികം നേരം ഇതിന് നമ്മൾ അടുപ്പത്ത് വെക്കാനായിട്ട് നോക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം ഇതേ ഞാൻ ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതേ നല്ല രീതിക്ക് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. തുണി അല്ലെങ്കിൽ നമുക്ക് അരിപ്പയായാലും കുഴപ്പമില്ല, ഇതുപോലെ നമ്മൾ അരിച്ചെടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വെള്ളം ഒന്നും ഇല്ലാത്ത ഒരു ബോട്ടലിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. ഞാനിതേ ഇവിടെ ഒരു ബോട്ടലിലാക്കിയിട്ടാണ് കേട്ടോ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴൊക്കെ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പം ഇനി ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് തന്നെ ആദ്യം നോക്കി നോക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ളത് എണ്ണ നമുക്ക് എത്രത്തോളമാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു എണ്ണ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല റെഡ് കളറായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഇതേപോലെ നമ്മുടെ കയ്യിലൊന്നാക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കൈ, കാല്, അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിൽ, പിന്നെ നമ്മുടെ വയറ്, നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു ഓയിൽ നമുക്ക് കാലത്തോ വൈകിട്ടോ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഓയിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അതേപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓയിലാണ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഈ ഒരു എണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു ഓയിൽ തേക്കുമ്പോഴും നമുക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ നല്ല രീതിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് തന്നെ നമ്മുടെ ഫുൾ ബോഡിയിൽ ഈ ഒരു ഓയിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് നേരെങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഓയിൽ നമുക്ക് നമ്മുടെ ഫേസിലും ഉപയോഗിക്കാം കേട്ടോ. ഡ്രൈ സ്കിന്നാണ്, അതല്ലെങ്കിൽ കോമ്പിനേഷൻ ആണ്, നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഫേസിൽ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ ഫേസിൽ അങ്ങനെ പിമ്പിൾസ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നായിരിക്കും ഈ ഒരു ഓയിൽ ബെസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ്, അതിൽ ബോഡിയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ തന്നെ ടാൻ മാറാൻ വേണ്ടിയിട്ട്, സ്കിൻ നന്നായിട്ട് ഈവൻ ടോൺ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടും, നമ്മുടെ സ്കാർസ്, ഓപ്പൺ പോസ് ഒക്കെ ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഓയിലാണ് കേട്ടത്. ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങളൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഓയിൽ കൂടിയാണിട്ടത്. പിന്നെ ഈ ഒരു ഓയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് 20 മിനിറ്റ് ഒക്കെ നേരം വെക്കുക. അതിനുശേഷം ഇതേപോലെ നല്ലൊരു ബാത്ത് പൗഡർ ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്നത് നല്ലതായിരിക്കും. ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഓയിലും അതേപോലെ തന്നെ ബാത്ത് പൗഡറാണ് കേട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ടാൻ മാറാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ഈവൻ ടോൺ ആവാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓയിലും കൂടിയാണിട്ടത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.